ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നത്തെ വിഭവം മഞ്ഞച്ചോറും ഇറച്ചിക്കറിയുമാണ്. അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. ആദ്യം കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ആഡ് ചെയ്ത് ഉലുവ പൊട്ടിയതിന് ശേഷം വലിയുള്ളി ആഡ് ചെയ്യുക. വലിയുള്ളിയും തക്കാളിയും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഇവയൊക്കെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ വഴറ്റിയതിന് ശേഷം വെജിറ്റബിൾസ് ഇടുക. ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് പച്ചക്കായ, ഉരുളക്കിഴങ്ങ്, ചേന, ക്യാരറ്റ്, മത്തൻ ഇവയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എന്ത് വേണേൽ ഇടാം. അതിലേക്ക് ഇനി വെജിറ്റബിൾസ് എല്ലാം നല്ല രീതിയിൽ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇനി പൊടികൾ ആഡ് ചെയ്യാം. മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയുമാണ് ആഡ് ചെയ്തത്. അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുത്തതിന് ശേഷം ഒന്ന് വഴന്ന് വന്ന് കഴിഞ്ഞാൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇടണം. ഒന്ന് വഴന്ന് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ഞങ്ങൾ ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫ് ഇട്ട് ഒന്നുകൂടി നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വിസിലടിക്കാൻ വെക്കുക. ആ സമയം കൊണ്ട് ഇത് വെന്ത് വന്ന് ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വയ്ക്കണം. 1 കപ്പ് തേങ്ങ അതിൽ ചെറിയുള്ളിയും ജീരകവും ഇട്ട് നല്ല രീതിയിൽ അരച്ച് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി അതിന് വേണ്ടി ചോറിന് വേണ്ടി കാര്യങ്ങളാണ്: വലിയുള്ളി, ക്യാരറ്റ്, കറിവേപ്പിലയൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൊടി ഇട്ട് കുറച്ച് തേങ്ങാപ്പാലും പിന്നെ ചോറിൻ്റെ അരിക്ക് ഡബിൾ വെള്ളം അളന്ന് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് തിളച്ചതിന് ശേഷം അരിയിട്ട് ഞാൻ ഈ അരിയിട്ട് തിളപ്പിച്ചതിന് ശേഷം റൈസ് കുക്കറാണ് യൂസ് ചെയ്തത്. അതിലേക്ക്